വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാവും. വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അന്യരെ സ്വന്തമായി കാണാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സ്വന്തക്കാരെ സ്വന്തമായി കാണാനാണ് പലർക്കും ഇന്നേറെ പ്രയാസം. ഉള്ളത് തുറന്ന അഭിപ്രായം പറയുന്നവർ എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടും. തേൻ പുരട്ടിയ നുണകൾ പറയുന്നവർ എന്നും സ്വീകരിക്കപ്പെടും. ഇതാണ് ജീവിതം. അറിയാൻ വൈകുന്ന സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞ കള്ളങ്ങളുമാണ് ഒരുപാട് പേരെ തമ്മിൽ തെറ്റിക്കുന്നത്. നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരോട് ദേഷ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ഇടവരും. ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുക. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അവ തുറന്നു പറയാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ നാം ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. നാവിന്റെ വകതിരിവാണ് കാതിന്റെ പ്രമാണം. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല. അത് അറിയേണ്ടവർ മാത്രം നിലനിർത്താൻ കഴിവുള്ളവരാണ് വിവേകമുള്ളവർ. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആനന്ദം അധികകാലം നിലനിൽക്കില്ല. വിഡ്ഢിയും ജ്ഞാനിയും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരു വിഡ്ഢി തന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രം സന്തോഷിക്കുന്നു. ഒരു യോദ്ധാവിന് സന്തോഷിക്കാൻ കാരണങ്ങൾ വേണമെന്നില്ല. ഏറ്റവും അടുപ്പമുള്ളവരാണ് അതിസമൃദ്ധമായി ചതിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നത്. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റു ചെയ്തവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരാണ്. ബഹുമാനം മനുഷ്യനോടല്ല, അത് ആവശ്യങ്ങളോടാണ്. ആവശ്യം കഴിയുമ്പോൾ ബഹുമാനം അവസാനിക്കുന്നു. എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം. നിശബ്ദതയിലൂടെ സഞ്ചരിക്കുക. ചെക്ക്മേറ്റ് പറയേണ്ട സമയമാകുമ്പോൾ മാത്രം മൗനം വെടിയുക. നമുക്ക് ശരിയാകില്ല എന്ന് തോന്നിയാൽ പിന്നങ്ങ് വിട്ടുകളയണം. അതല്ലാതെ ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് കരുതി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയുള്ള സന്തോഷം കൂടി ഇല്ലാതാക്കി കളയരുത്. ഒരു പെൺകുട്ടി നിങ്ങളോട് എപ്പോഴും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണ്. വസ്തുവകകളെക്കാളും മൂല്യമേറിയതാണ് അനുഭവങ്ങൾ. കാരണം ഓർമ്മകളാണ് ജീവിതത്തിലെ യഥാർത്ഥ നീതി. നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നതിനേക്കാൾ മനസ്സമാധാനം നിങ്ങൾക്ക് മറ്റൊരിടത്തു നിന്നും കണ്ടെത്താനാകില്ല. വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിന്റെ വില അറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ളവരെ സ്നേഹിക്കാൻ അധികമാരും ഉണ്ടാകില്ല. നിങ്ങൾ കൂടുതലായി നിഷ്കളങ്കരാകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്നു പറയേണ്ടടുത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ആത്മവിശ്വാസത്തെക്കാൾ വലിയ ആയുധമില്ല. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. അതൊരു പക്ഷേ വിജയം നൽകില്ലായിരിക്കാം, പക്ഷെ ഏതു വെല്ലുവിളിയെയും നേരിടാനുള്ള ധൈര്യം നൽകും. ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. ഇതുവരെ നടന്നതിനേക്കാൾ ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് ജീവിക്കാൻ അറിയുന്നവർ. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. വന്നു ഭവിച്ചതിനോളം വലുതൊന്നും ജീവിതത്തിൽ ഇനി വരാനില്ല എന്നതാണ് ഏറ്റവും വലിയ ധൈര്യവും കരുത്തും. വെറുക്കുന്ന ചിന്താഗതിയിൽ നിന്നും മുക്തരായവർ ആരൊക്കെയാണോ അവർ തീർച്ചയായും സമാധാനത്തെ കണ്ടെത്തും. നിങ്ങൾ വിശ്വസിച്ചവരെ സൂക്ഷിക്കുക. ഉപ്പും പഞ്ചസാരയും നിറത്തിൽ ഒരുപോലെയാണ്, എന്നാൽ ഗുണമോ തീർത്തും വിപരീതവും. ഇതുപോലെയാണ് മനുഷ്യരും. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി.
അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനും ദുർബലനായിരിക്കുമ്പോൾ ശക്തനുമായി മറ്റുള്ളവർക്ക് തോന്നാൻ ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കും. രൂപം കൊണ്ട് ആരെയും വിലയിരുത്താനാകില്ല. ആരുടെയും സഹായമില്ലാത്തപ്പോൾ അകറ്റി നിർത്തിയവരായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിത സഹായവുമായി വരുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുവെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ വിശ്വസിക്കുക. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ലളിതമായി തുടങ്ങുന്നു. അതുപോലെ തന്നെയാണ് മഹത്തായ കാര്യങ്ങളും നിസ്സാരമായി കണക്കാക്കി ഒഴിവാക്കരുത്. നിങ്ങളുടെ നിശബ്ദത കൊണ്ട് മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുക. ഇത് നിങ്ങളുടെ വഴിയാണ്, നിങ്ങളുടേത് മാത്രം. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം നടന്നേക്കാം, പക്ഷെ നിങ്ങൾക്ക് പകരം നടക്കാൻ ആർക്കും കഴിയില്ല. ആരുടെയും ഉദയം പെട്ടെന്നല്ല. സൂര്യനും മെല്ലെ മെല്ലെയാണ് ഉദിച്ചുയരുന്നത്. ക്ഷമയും ആത്മസമീപനവും ഉള്ളവനും മാത്രമേ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ജീവിതം ഒരു പാമ്പും കോണിയും കളി പോലെയാണ്. എങ്ങനെയെങ്കിലും മുകളിലെത്തുമ്പോൾ വീണ്ടും താഴോട്ടു പോകുന്നു. വീണ്ടും ഒന്നു മുതൽ തുടങ്ങണം. തളരാതെ പരിശ്രമിച്ചാൽ ഒരിക്കൽ വിജയിക്കുക തന്നെ ചെയ്യും. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞു ചിരിക്കണം. തളർത്തുന്നവർക്ക് കരുത്താകുവാനും തളർത്തിയവർക്ക് മുന്നിൽ കരുത്തറിയിക്കുവാനും. നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. വീഴുന്നത് പരാജയമല്ല, വീണിടത്ത് തന്നെ തുടരുന്നതാണ് പരാജയം. നിങ്ങൾ ഏതൊരു മാനസികാവസ്ഥയിലോ ആയിക്കൊള്ളട്ടെ, എഴുന്നേൽക്കുക, പ്രവർത്തിച്ചു കാണിക്കുക. വളരെ വികൃതമായ ഒന്നാണ് മനുഷ്യ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒന്നും തന്നെ സ്വന്തമല്ല. ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല, പലരെയും തിരിച്ചറിയുവാനുള്ള വെളിച്ചമാണ്. എത്ര കുറച്ച് നമ്മൾ സംസാരിക്കുന്നുവോ അത്രയും കൂടുതൽ മൂല്യം നമ്മുടെ വാക്കുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകൾ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം, പക്ഷെ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം. ഏത് പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നാണെങ്കിലും സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കുവാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തുടർച്ചയായി നോക്കുകയും അവൾ കാണുമ്പോൾ മുഖം തിരിക്കുകയും ചെയ്താൽ അതിനർത്ഥം അയാൾ ആ സ്ത്രീയെ പ്രേമിക്കുന്നു എന്നാണ്. ഈ നിമിഷം ഇനി ഒരിക്കലും ആയുസ്സിൽ ആവർത്തിക്കാത്ത നിമിഷമാണിത്. ആവർത്തിക്കാത്ത കുറെ നിമിഷങ്ങളുടെ പേരാണ് ജീവിതം. തോൽവിയാണ് നിന്റെ പ്രശ്നമെങ്കിൽ തോൽക്കാനായി ഇറങ്ങിത്തിരിക്കുക. തോൽവി പരിചിതമായാൽ വിജയം നിന്നെ കൈവിടില്ല. ജീവിതം വളരുകയും ചെറുതാകുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെ ധൈര്യവും ആത്മവിശ്വാസവും അനുസരിച്ചാണ്. ഒരു വിഷയത്തോടുള്ള പ്രതികരണം മൂലമാണ് നമ്മൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. അതിനാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കുക. അധ്വാനിക്കാതെ വിജയം പ്രതീക്ഷിക്കുന്നത് വിതയ്ക്കാതെ കൊയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ്. മോശം ശീലങ്ങൾ സുഖപ്രദമായ ഒരു കിടക്ക പോലെയാണ്. പ്രവേശിക്കാൻ എളുപ്പമാണ്, എന്നാൽ പുറത്തു കടക്കാൻ പ്രയാസമാണ്. ബാല്യത്തിൽ എളിമയുള്ളവനും കൗമാരത്തിൽ മിതത്വമുള്ളവനും യൗവനത്തിൽ നീതിയുള്ളവനും വാർദ്ധക്യത്തിൽ വിവേകമുള്ളവനുമായിരിക്കുക.
ഒരാളെ വേദനിപ്പിക്കാനും വെറുപ്പിക്കാനും ഒഴിവാക്കുവാനും ആർക്കും കഴിയും. പക്ഷെ വേദനിക്കുന്ന ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് സ്പർശിക്കാൻ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു നല്ല മനസ്സിന് മാത്രമേ കഴിയൂ. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമാത്രം കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് തെറ്റുകളെ തിരുത്താൻ എളുപ്പമാണ്, പക്ഷെ തെറ്റിദ്ധാരണകളെ തിരുത്തുക പ്രയാസമാണ്. എങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അകറ്റി നിർത്താവുന്നതാണ്. മനസ്സിന് താങ്ങാവുന്നതിലധികം സങ്കടങ്ങൾ ഉണ്ടായാൽ നമ്മൾ അറിയാതെ മാറിപ്പോകും. ഒന്നെങ്കിൽ ദേഷ്യമായി അത് പുറത്തു വരും, അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. സന്തോഷത്തിന്റെ രഹസ്യം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ രഹസ്യം ധൈര്യമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് പോകും. പക്ഷെ നാം ഒരിക്കലും അവിടെ തങ്ങി നിൽക്കരുത്. പെരുമാറ്റം ഹൃദ്യമാണെങ്കിൽ ബന്ധങ്ങൾ ശക്തമാകും. പൂർണ്ണതയുള്ള വ്യക്തിത്വത്തിന്റെ സൂക്ഷ്മമായ അളവുകോലാണ് സംസാരം. നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം തന്നെ കെട്ടിപ്പടുക്കാം. മറ്റുള്ളവരെ നല്ല മനസ്സോടെ സമീപിച്ചാൽ മിക്കവരിലും വിമർശിക്കേണ്ട തിന്മകളേക്കാൾ അംഗീകരിക്കേണ്ട നന്മകളായിരിക്കും കാണുക. എല്ലാവരും നിങ്ങളുടെ മൂല്യം തിരിച്ചറിയണമെന്നില്ല. എന്നാൽ സ്വന്തം മൂല്യം തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാകാൻ നിങ്ങളെ അനുവദിക്കരുത്. ജീവിതം ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്: അധികം സ്നേഹിച്ചാൽ ഒരുപാട് വേദനിക്കേണ്ടി വരുമെന്ന്. പഠനങ്ങൾ പറയുന്നത് വേഗത്തിൽ നടക്കുന്ന ആളുകൾ പൊതുവെ അവരുടെ കാര്യങ്ങളിൽ വളരെ തീവ്രതയുള്ളവരും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എളുപ്പത്തിൽ അസന്തുഷ്ടരാകുന്നവരും ആയിരിക്കും. വിജയിക്കാതെ നിവർത്തിയില്ല എന്ന അവസ്ഥയാണ് പലരെയും വിജയികളാക്കിയത്. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾ അവരുടെ നന്മയ്ക്കായി മാത്രം പ്രവർത്തിക്കുക. കാരണം ഏറ്റവും അന്തിമമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. ഇത് നിങ്ങളുടെ ലോകമാണ്. അതിനെ സ്വയം രൂപപ്പെടുത്തുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ലോകം സൃഷ്ടിക്കും. അതിന് അവസരം നൽകരുത്. മനസ്സ് ഒരു ചേമ്പില പോലെയാവണം. വന്നു ചേരുന്നതിനെല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ താഴേക്കിറക്കുന്ന ചേമ്പില പോലെ. മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ഈ ലോകത്ത് കാണില്ല. നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ മറന്നു പോകുന്നവർ, ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലാക്കുക. സൂക്ഷിച്ചു വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ്. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല. മനസ്സമാധാനം ഒരിക്കലും നമ്മളെ തേടി വരില്ല. കാരണം അത് നമ്മുടെ കൈകളിൽ തന്നെയാണ്. മനസ്സമാധാനം നേടണമെങ്കിൽ ആരെയും അമിതമായി സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാവുകയുള്ളൂ. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പുറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അതിനെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത്. അത് അഹങ്കാരമല്ല, അഭിമാനമാണ്. മൂഢന് എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നുന്നു. അവന്റെ ബാലിശ്യമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല.
സമയമാകുമ്പോൾ എല്ലാവരും മാറും. ആ മാറ്റ പ്രതീക്ഷയുകൊണ്ട് മുന്നോട്ടു പോയാൽ ഭാവിയിലെ ചില തിരിച്ചടികളുടെ ആഘാതം കുറയ്ക്കാം. രണ്ട് തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുകയില്ല. ഒന്ന്, നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നവർ. രണ്ട്, നിങ്ങളോട് കള്ളം പറയുന്നവർ. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ.